ഹായ്, ഇന്ന് ഞാനും അമ്മും എറണാകുളം ഭാഗത്തുള്ള സൈറ്റിലൂടെയാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ ഉച്ച കഴിഞ്ഞു ഫുഡ് അടിക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും സ്ഥിരം യാത്രക്കാരായതുകൊണ്ടേ ഓരോരോ സ്ഥലങ്ങളിലും നമുക്ക് ഫേവറേറ്റ് ആയ ഓരോ ഫുഡ് സ്പോട്ട് ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ടാണ് ഇത് തൃപ്പൂണിത്തുറ ഹോംലി മീൽസ് എന്നാണ് കേട്ടോ. ഒരു ചേച്ചി നടത്തുന്ന കടയാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ഭക്ഷണം, നല്ല ടേസ്റ്റ്. അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഇത്രയും ജനങ്ങളെ നിങ്ങൾ കാണുന്നത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള സ്പെഷ്യലുകളൊക്കെ ഇതേപോലെ ടേബിൾമ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. നമുക്കിഷ്ടമുള്ളത് നമ്മളെടുത്ത് കഴിക്കുക, രണ്ടാമത് ചോദിക്കൊന്നും വേണ്ട. നമ്മളത് ഒരെണ്ണം എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് എന്താണോ ഇഷ്ടം അത് പോയി എടുക്കുക. എന്നിട്ട് നമ്മൾ അതിൽ ഏത് ഡിഷാണ് എടുത്തതെന്നുള്ളത് ലാസ്റ്റ് ബില്ലടിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അതിനുള്ള ബില്ലാണ് അവർ തരിക. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ്. കാരണം നമ്മൾ ഏതാ കഴിച്ചതെന്ന് അവർക്കറിയില്ല. നമ്മൾ ഏതാണോ പറയുന്നത് അതിൻ്റെ ബില്ലാണ് അവരടിക്കുക. നമ്മളെ വർക്ക് പോലെ തന്നെ അല്ലേ. അതുകൊണ്ടാണ് ഇപ്പോൾ എറണാകുളം പോകുമ്പോൾ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ പോകാനുള്ള കാരണം അത് തന്നെയുണ്ട്. നമുക്ക് അവർ തന്നെ ഒരു ട്രസ്റ്റ്. എല്ലാ സമയത്തും നല്ല ഭക്ഷണം. ഇനിയിപ്പോൾ അത്യാവശ്യം നേരത്ത് ലേറ്റ് ആയിട്ട് ചെന്നിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാത്ത സാഹചര്യങ്ങളോട് ഉണ്ടായിട്ടുണ്ട് അല്ലേ. മണിക്കൂർ കണക്ക് വണ്ടി ഓടിച്ചിട്ടാവും ചിലപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് പോവുക. അതേപോലെ തന്നെ നമ്മളും ക്വാളിറ്റി എല്ലാ സമയത്തും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോട്ടൽ പോലെ തന്നെ നമ്മളെ പോലത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അന്വേഷിച്ച് വരും. നല്ല തിരക്കായിരിക്കും. പിന്നെ ഇപ്പം നേരത്തെ അമ്മ പറഞ്ഞ പോലെ അവിടുത്തെ മീൻ, ഭക്ഷണങ്ങൾ, ഇറച്ചി അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലേ, എടുത്തു കഴിഞ്ഞിട്ട് പോകുമ്പോൾ പൈസ കൊടുക്കുക എന്നാണ്. അതൊരു വിശ്വാസം തന്നെയാണ്. അതേപോലെ തന്നെ നമ്മളോട് പല ആൾക്കാർ ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഏത് കമ്പി ഉപയോഗിക്കും, നിങ്ങൾ ഏത് സിമെൻറ്റ് ഉപയോഗിക്കും. എനിക്ക് അവർ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഒരുമാതിരി ഇതാ തോന്നാറ്. കാരണം നമ്മളവരെ പറ്റിക്കാനാണോ പോണത്, അത് അവരിതിന് മുന്നേ ആരെങ്കിലും പറ്റിച്ചിടണോ, അത് ഇവർ പറ്റിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണോ എന്ന് അറിയില്ല. ഒന്നാമത്തെ കാര്യം, ഈ ഹോട്ടലിൽ ഈ ചേച്ചി നടത്തുന്ന പോലെ തന്നെ നമ്മളൊരു കൺസ്ട്രക്ഷൻ മെത്തേഡ് പുതിയ രീതിയിൽ കോൺക്രീറ്റിൽ ഭിത്തി നിർമ്മിച്ച് വീടുണ്ടാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ ഞങ്ങൾ എന്ത് ചേർക്കണം എന്നുള്ളത് ഞങ്ങൾ ഓൾറെഡി ആദ്യം തീരുമാനിച്ചിട്ടുണ്ട് അല്ലേ. അതിനനുസരിച്ചിട്ട് എല്ലാ സാധനവും ചേർത്തിട്ട് മാത്രമേ നമ്മൾ ആ വീട് ഉണ്ടാക്കുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വീട് നാളെ തന്നെ പൊളിഞ്ഞു ചാടി ഞങ്ങളുള്ള പണി കല്ലത്താക്കണമെന്ന് ഞങ്ങൾക്ക്. അതാണ് എല്ലാവരും ആദ്യം ആലോചിക്കേണ്ടത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു വീടിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് ഞങ്ങളെയാണ്. പക്ഷെ എല്ലാവരും വിചാരിക്കുന്നത് ഞങ്ങൾ അവരെ പറ്റിക്കോ, പിന്നെ ഏത് കമ്പി, ഏത് സിമെൻറ്റ്, പിന്നെ മെറ്റീരിയൽസ് എടുത്തു തരട്ടെ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് നമ്മളെ ട്രസ്റ്റ് ചെയ്യണം. ട്രസ്റ്റ് ചെയ്യുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും വീട് പണി ഭംഗിയായിട്ട് പൂർത്തീകരിച്ച് തരാൻ കഴിയും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നിങ്ങളിങ്ങനെ സംശയം, അതായത് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ സംശയം വിളിച്ച് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്ത് പറഞ്ഞത്. ഇനിയിപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു സൈറ്റിൽ വന്നിട്ട് കുറേ കമ്പി, അതേപോലെ തന്നെ കുറേ സിമെൻറ്റും ഇതൊക്കെ പിശുക്കി എന്നാണ് വിചാരിച്ചോളൂ. അതായത് നിങ്ങളെ വീട് പ്രോപ്പർ അല്ലാണ്ടെങ്കിൽ പണിത് കഴിഞ്ഞിട്ട് മെയിൻ സ്ലാബൊക്കെ കഴിഞ്ഞ് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ ആ വീട് ഇടിഞ്ഞ് പൊളിഞ്ഞ് ചാടിക്കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളെ വീട് നഷ്ടപ്പെടും എന്നുള്ളത് 100% ഉറപ്പ്. കാരണം കള്ളത്തരം ചെയ്തുകൊണ്ടാണല്ലോ വീട് നഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ ഭാവി എന്തായിരിക്കും? ഇപ്പോൾ നിങ്ങൾ എല്ലാ ആൾക്കാരും നമ്മളെ വീഡിയോസ് കണ്ടിട്ടും അല്ലേ അങ്ങനെ തന്നെയല്ലേ വരുന്നത്. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ അയലൊക്കത്ത് നിന്നുള്ള ഒരു മനുഷ്യനും ഞങ്ങളെ വീട് വെച്ചിട്ടില്ല. എല്ലാ ആൾക്കാരും ഈ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ കണ്ട് ഇതായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വീടിന് ഒരു 6 മാസം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെയാണ് ബാധിക്കുക. അപ്പോൾ ശരിക്കും നിങ്ങൾ ഞങ്ങളെ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഏത് കമ്പിയിടും, നിങ്ങൾ എങ്ങനെയാണ് വീട് പണിയണമെന്നുള്ളത്. കാരണം ഞങ്ങൾ ഇപ്പോൾ ഈ മെട്രോൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ഈ മെട്രോ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ മെട്രോൻ്റെ ഒരു ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഇതിപ്പോൾ പണിയണപ്പോൾ ജനങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് കമ്പി ഇടണത്, എന്താ ഇടണത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാരും അന്വേഷിക്കാറില്ല. അത് അന്വേഷിക്കില്ല. അത് മാത്രമല്ല, ഇത്രയും വലിയൊരു മെട്രോൻ്റെ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അപ്പുറത്ത് സാധാരണ ഒരാൾ 2 മുറി കട റൂം പണിയണ പോലെയാണ് അങ്ങനത്തെ ഒരു മെട്രോ പണിയുക? ഒരിക്കലും അല്ലല്ലോ. അപ്പോൾ ഇതിൽ ആ പില്ലറിന് എത്ര കമ്പി ഇടണം, ഏത് സാധനം ഇടണമെന്ന് അതിൻ്റെ ഡിസൈൻ ചെയ്ത ആൾക്കും ആ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നന്നായിട്ട് അറിയുണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ നിങ്ങൾ റോട്ടിൽ കൂടി, ഇപ്പോൾ ഞാനിത് അതേപോലെ ട്രാവൽ ചെയ്ത് പോവുക, ഈ മെട്രോ പൊളിഞ്ഞ് വീണ് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളെ വീട് പൊളിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാത്രമേ നഷ്ടം ഉണ്ടായിരിക്കുള്ളൂ. ഈ മെട്രോൻ്റെ ഇത് പൊളിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലുള്ള എത്ര ആൾക്കാർക്ക് അപകടം പറ്റും? എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും വണ്ടി നിർത്തി ചോദിക്കുന്നുണ്ടോ അതിൽ ഏതാ കമ്പി ഇട്ടുന്നത്, അങ്ങനത്തെ ചോദിക്കേണ്ട ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ ഇന്ന് കേരളത്തിലുണ്ട് അല്ലേ. ചില ആൾക്കാരത് ചോദിക്കുമ്പോൾ ഞാൻ അതും ചിന്തിക്കാറുണ്ട് കേട്ടോ. അതായത്
നമ്മളെ ഇതിൻ്റെയൊക്കെ കമ്പി ഇത് അവർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ചോദിക്കണത്. അതായത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ അവർക്ക് എന്തെങ്കിലും പറ്റുമെന്നത്. ചില ആൾക്കാർക്ക് പൈസ എന്നല്ല പ്രശ്നം, വീടിന് അല്ലെങ്കിൽ ഫാമിലീനൊക്കെ ഇമ്പോർട്ടൻറ്റ് ചെയ്യണ ആൾക്കാർക്കാണ് ഈ പ്രശ്നം. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതേപോലത്തെ കാര്യങ്ങൾ, അതായത് മെട്രോ അല്ലെങ്കിൽ ഒരു പാലം പണിയൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ ഇറങ്ങി നിന്ന് നോക്കണം. വേണമെങ്കിൽ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇഷ്ടം പോലെ കള്ളപ്പണി എടുക്കുന്ന ഈ റോഡിലെ കൺസെഷൻ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മളെപ്പോലത്തെ ആൾക്കാർ പറഞ്ഞാലൊന്നും അവർ മാറ്റാൻ പോകണില്ല. ഞങ്ങൾ വേണമെന്താ വെച്ചാൽ ഞങ്ങളെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾക്കൊരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. ആ സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ചെയ്യുക. അങ്ങനെയല്ല ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാളും കൂടുതൽ ഞങ്ങളെ ഒരു അബദ്ധം പറ്റി എന്തെങ്കിലും ഒന്നും സംഭവിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണ ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഈ ഒരു സംഭവം തുടങ്ങിയിട്ട് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അധികം ആൾക്കാർക്ക് ആർക്കും തുടങ്ങാൻ പറ്റിയിട്ടില്ല. തുടങ്ങിയ ആൾക്കാരൊക്കെ തന്നെ 8ൻ്റെ പണിയും കിട്ടിയിട്ടായിരിക്കണത്. ഇപ്പോൾ എന്നാൽ അബദ്ധം പറ്റിയ കാര്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഇപ്പോൾ ഒരു ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കാഞ്ഞിരപ്പള്ളി, കോട്ടയം കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് നിന്ന്. അപ്പോൾ അയാൾ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് ഞങ്ങൾ ചെയ്ത സെയിം രീതിയിൽ തന്നെ വീട് പണി വേറൊരു ആളുടെ നിന്ന് കോൺട്രാക്റ്റ് എടുത്തു. അയാൾക്ക് 2 ലക്ഷം രൂപ നഷ്ടം പറ്റിയെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മനോട്ടൻ കുറച്ച് ബിസി ആയതുകൊണ്ട് മനോട്ടിന് ഫോൺ കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ആ ആളും അതിൻ്റെ ക്ലയൻറ്റും തമ്മിലിപ്പോൾ ഭയങ്കര തർക്കത്തിലാണ്. ആളാ പൈസ വേണമെന്ന് പറയുന്നുണ്ട്, അവരത് തരില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ കോൺക്രീറ്റ് വീടിനെ പറ്റി പിന്നെ കുറ്റങ്ങളാണ് ഇപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാളോട്. അപ്പോൾ മധ്യസ്ഥം പറയാനാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഹസ്ബൻഡിനോടൊക്കെ സംസാരിക്കട്ടെ, നിങ്ങൾ വീഡിയോ ഒക്കെ അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ വീഡിയോ ഒക്കെ അയച്ചിരുന്നു. ചെയ്ത വർക്കെല്ലാം അടിപൊളിയാണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഓൾറെഡി സാധാരണ കല്ലിൽ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോൺട്രാക്ടർ ആണല്ലോ. അപ്പോൾ അയാൾക്ക് വീട് പണി എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള എല്ലാ ഐഡിയസും ഉണ്ട്. പിന്നെ അയാൾക്ക് നഷ്ടം സംഭവിച്ചത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് നഷ്ടമാണെന്ന് പറയുമ്പോൾ ഇവർ വിചാരം ഇല്ല ഇതൊന്നും ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ടെന്നാണല്ലോ. ഞാൻ ഇതിൻ്റെ മുന്നേയും പറയാറുണ്ട്, നമ്മളെ ഈ രീതിയിലുള്ള കൺസ്ട്രക്ഷനിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് കാണുന്ന ആർക്കിടെക്റ്റും എൻജിനീയേഴ്സും ഒക്കെ ഇത് കോപ്പി അടിക്കാൻ അവർക്ക് വളരെ ഈസിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളിതിങ്ങനെ എല്ലാ സാധനവും ഈ വീഡിയോ എടുത്തിട്ട് എയറിൽ വിടുന്ന സമയത്ത് നമ്മൾ മാത്രമൊന്നുമല്ല ബുദ്ധിയുള്ള ആൾക്കാർ, നമ്മളെക്കാളും ബുദ്ധിയുള്ള എത്രയോ ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്നുള്ള അറിവ് എനിക്കുണ്ട്. അങ്ങനത്തെ കോളുകളും വരാണ്ടല്ലേ. അപ്പം നമ്മൾ ഇപ്പോൾ ചില വ്ളോഗർമാരൊക്കെ ഉണ്ട് വെറും പൊട്ടത്തരം മാത്രം വിളിച്ച് വന്ന് പറയണ അങ്ങനത്തെ ആൾക്കാരൊക്കെ നല്ല എയറിൽ കയറിയിട്ട് അവർക്കൊക്കെ നല്ല റീച്ചും ഉണ്ട്. അതും വേറെ കാര്യം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇനി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ആർക്കിടെക്ട് എഞ്ചിനീയേഴ്സൊന്നും വന്നിട്ട് അതിൻ്റെ ഇടയിൽ കമൻറ്റ് പറഞ്ഞിട്ട് നമ്മളെ ഒന്നോട്ട് പറയാറുമില്ല. അതാണ് ഇപ്പോൾ അതിൽ മെയിൻ റീസൺ. അപ്പോൾ ഈ എയറിൽ വിടുന്ന സംഭവം മാക്സിമം വിഡ്ഢിത്തരം പറയാണ്ടിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഫസ്റ്റ് പറഞ്ഞതൊന്നും വിഡ്ഢിത്തരമായിട്ടല്ല കേട്ടോ എനിക്ക് തെറി കേട്ടിരുന്നത്. ഫസ്റ്റ് തെറി കേട്ടിരുന്ന കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള മനുഷ്യന്മാർ ഇത് ആദ്യമായിട്ട് കാണുമായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആ തെറി കേൾക്കേണ്ടി വന്നത്. അതായത് എൻ്റെയൊക്കെ ഫേസ്ബുക്കിലെ കുറേ വീഡിയോന് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം ഇരുന്ന് വായിക്കാനുള്ള അത്രയും തെറി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കോട്ടയത്ത് ചെയ്ത ആ വീടിന് ഒരുപാട് തെറി ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഫുൾ ഫിനിഷ് ആയിട്ടപ്പോൾ ആൾക്കാർ നേരെ തിരിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ ആൾക്കാർക്കൊരു ഇതുണ്ടാവുമല്ലോ. നമ്മളിത് 10-20 കൊല്ലം മുന്നേ കാണാൻ തുടങ്ങിയോണ്ട് എനിക്കിത് കാണുമ്പോൾ പിന്നെ ആ തെറി വിളിക്കണവനെ ഞാൻ അങ്ങനെ ചിന്തിക്കുക, അപ്പോൾ എന്നെ എന്തിനാ ഇപ്പം തെറി വിളിക്കണത്? കാരണം ഞാൻ ഒരുപാട് വർഷങ്ങൾ മുന്നേ ഈ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ കാണാൻ തുടങ്ങിയതാണ്. അവ ഇന്നല്ലേ കാണാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് നമുക്ക് അവർ തെറി വിളിക്കുമ്പോൾ ഒന്നും തോന്നാണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അമ്മു പറഞ്ഞ പ്രകാരം ഞാൻ അയാളുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റും കണക്കൊക്കെ ഒന്ന് നോക്കിയപ്പോൾ അയാൾക്കിപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് ഏകദേശം ഒരു 1650 രൂപയാണ് അയാൾക്ക് ഇപ്പോൾ ചിലവായിരിക്കണത്. അതിൽ തന്നെ വയറിങ്ങും അതും വെറും സ്ട്രക്ചർ മാത്രം കേട്ടോ, വയറ് വലിച്ചിട്ടില്ല. പ്ലംബിങ്ങും ഇല്ല. ബോക്സ് എല്ലാം വെച്ച് കട്ട്ലിൻ ജനലും വെച്ച് ഇത്ര ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും നമ്മളെ വിളിച്ചിട്ടുണ്ടല്ലോ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോണ സമയത്ത് ആ ഒരു വീടിന്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരണ്ടേ. കാഞ്ഞിരപ്പള്ളി പ്രോജക്റ്റ് ഉണ്ട്, അപ്പോൾ ഞങ്ങൾ പോകും അങ്ങോട്ട്. അപ്പോൾ കാണിച്ചു തരണ്ടേ. അപ്പോൾ നമ്മളിത് ഒരുപാട് ലാഭം ഉണ്ടായിട്ടെന്നല്ല, ഇതെന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഞാൻ പണ്ടേ പറയാറുണ്ട്, ഞങ്ങൾ 800 രൂപയ്ക്ക് തുടങ്ങിയപ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് അതിനൊക്കെയാണ് ദേഷ്യം. അപ്പോൾ 800-ന് തുടങ്ങിയതാണ്, ഇവൻ്റെ ഓരോ ദിവസം കൂടുന്നതോളം റേറ്റ് കൂടുകയാണെന്നൊക്കെയാണ്. അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് നിങ്ങളെ. അതായത് കൊല്ലങ്ങൾക്ക് മുന്നത്തെ വീഡിയോ കണ്ടിട്ടാണ് ഇവർ റേറ്റിൻ്റെ കാര്യം വേണത് അല്ലേ. നമ്മൾ 1.5 വർഷത്തിന് ശേഷമാണ് 100 രൂപ വെച്ചിട്ട് കൂട്ടിയത്. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് സാധാരണയായിട്ടൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ കാന്തല്ലൂർ, മൂന്നാർ, കട്ടപ്പന, ഈ ഒരു തമിഴ്നാട് സർക്കാർ എംസാൻഡ് മെറ്റൽ അവിടെ നിന്ന് ബ്ലോക്ക് ചെയ്തതിൻ്റെ ഒരൊറ്റ പേരിൽ എത്ര രൂപ ഞങ്ങൾ അധികം സ്പെൻഡ് ചെയ്യണമെന്നറിയോ നിങ്ങൾക്ക് ആ വീടുകൾക്ക് വേണ്ടിയിട്ട്. അതായത് ഇത്രയും കാലം എംസാൻഡ് മെറ്റലും വന്നിരുന്നത് പഴനിയിൽ നിന്നാണ്.
ആ ഭാഗത്തേക്ക്. ഇപ്പം ഓൾറെഡി അവിടെ നല്ല റേറ്റിലാണ് മേടിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഇനി അതിലും കൂടുതൽ പൈസ കൊടുത്തിട്ട് വേണം മേടിക്കാമെന്ന് മാത്രമല്ല ഇപ്പോൾ കിട്ടാനുമില്ല. കാരണം അവിടെ നിന്നുള്ള ഇത് ബ്ലോക്ക് ചെയ്തു. തമിഴ്നാട് ഗവൺമെൻറ് ഇപ്പോൾ ഓൾറെഡി റദ്ദ് ചെയ്ത് കഴിഞ്ഞു. എംസാൻ്റെ മെറ്റൽ ഇനി പണിയിൽ നിന്ന് വരില്ല. പക്ഷെ അത് വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് ക്ലയൻറ്റിനോട് അധിക പൈസ ഒന്നും വാങ്ങാൻ പറ്റില്ല. കാരണം തമിഴ്നാട് സർക്കാർ എംസാന് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൂടുതൽ പൈസ തരാൻ പറയാൻ പറ്റും. അങ്ങനെ പല കാര്യമുണ്ട്. കമ്പിക്ക് റേറ്റ് കൂടാറുണ്ട് ഇതിന്. അതൊക്കെയാണ് ഒരു ഇത് പറഞ്ഞത്. നമ്മളൊരു എഗ്രിമെൻ്റ് എഴുതുന്ന സമയത്ത് എത്രയാണോ ബുക്കിങ്ങിൻ്റെ സമയത്ത് നമ്മൾ എഗ്രിമെൻറ്റിൽ എഴുതണത്, ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ആ തുക തന്നെ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. അതിൽ നഷ്ടം വരുന്ന പ്രൊജക്റ്റുകളുണ്ട്, കറക്റ്റായിട്ട് പോണ പ്രൊജക്റ്റുകളുണ്ട് അല്ലേ. ഈ സാധനം എപ്പോഴാണ് ഞങ്ങൾക്ക് പ്രശ്നം വരിക വെച്ചാൽ ഈ പോണ പോക്കൊന്ന് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. നമ്മൾ നല്ല കാലം കൊണ്ട് എന്തായാലും ഇപ്പോഴത്തെ അടുത്ത കാലത്തൊന്നും സ്റ്റോപ്പ് ആവില്ല. കാരണം ഞങ്ങൾക്ക് വർക്ക് ഓവർലോഡായിട്ട് വരുന്നേ ഉള്ളൂ. ഒരു 6 മാസത്തിന് ചെയ്യാനുള്ള വർക്ക് എല്ലാ സമയങ്ങളിലും അല്ലേ നമ്മൾ തുടങ്ങിയതിന് ശേഷം എല്ലാ സമയത്തും ഒരു 6 മാസത്തെ വർക്ക്, അതായത് ആൾക്കാർ പൈസ ബുക്കിംഗ് തന്നിട്ട് പെൻഡിങ്ങിൽ നിൽക്കാറുണ്ട്. അതുകൊണ്ട് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു നഷ്ടം സംഭവിച്ചെന്ന് ഇപ്പോൾ നേരത്തെ നീ ഒരാളെ കുറിച്ച് പറഞ്ഞില്ലേ, അയാളെ നഷ്ടം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇനി അടുത്ത വേറെ കോൺക്രീറ്റ് വീടില്ല. മനസ്സിലായോ? ഇപ്പോൾ ഈ വീടുമ്പോൾ ചിലവാക്കിയതൊക്കെ പോയി. അടുത്ത വീടും കൂടി നടക്കുന്ന സമയത്ത് അവിടുത്തെ പൈസ റൊട്ടേഷൻ ചെയ്യാനോ അതിനോ അയാളെ കൊണ്ട് സാധിക്കില്ല. പിന്നെ ഇപ്പോൾ സാധാരണ ഒരു വീട് ചെയ്യാൻ കൊടുത്തോൻ്റെ പൈസ എടുത്തിട്ട് ഇതുമ്പോൾ റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പണി നിന്ന് പോകും. നമ്മളത് പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം ഇന്ന് ഒരു സൈറ്റ് കഴിയുകയാണെന്ന് ഈ മാസം 4 സൈറ്റ് സ്ട്രക്ചർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത അതേ സമയം തന്നെ അടുത്ത 4 സൈറ്റ് തുടങ്ങുകയാണ് നമുക്ക്. ഇപ്പോൾ നഷ്ടം ലാഭം എന്ന് പറയുന്നത് ഒരു സാധനം കറക്റ്റ് ഇങ്ങനെ നീ എഴുതിയേക്കണ കണക്കില്ലേ, അത് ഞാൻ ഇരുന്ന് വായിച്ച് നോക്കിയാലാണ് നമ്മളെ നഷ്ടം ലാഭം കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. ഇത്രയും ഇപ്പോൾ ഇത് പറയണത് എന്തിനാ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൊച്ചി കൂടെയാണ് പോണത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കൊച്ചി നന്നല്ലായിട്ടല്ല, ട്രാഫിക് എന്നുള്ളൊരു സംഭവം കൊണ്ടാണ് കേട്ടോ നമുക്ക് ഇഷ്ടമല്ലാത്തത്. കാരണം ഇന്ന് ഒരു പിറവും ഈ 2 സൈറ്റാണ് ഇപ്പോൾ ഒരു ദിവസം കവർ ചെയ്യാൻ പറ്റുള്ളൂ കൊച്ചി പോയി കഴിഞ്ഞാൽ. നേരെ മറിച്ചിട്ട് നമ്മൾ നേരെ പോകുകയാണെന്നുണ്ടെങ്കിൽ 4 ജില്ലകളിൽ 4 സൈറ്റൊക്കെ ഞങ്ങൾ കവർ ചെയ്യാറുണ്ട് ഒരു ദിവസം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കൊച്ചി ഇഷ്ടമില്ലാത്തതുണ്ട്. അല്ലാതെ കൊച്ചിക്കാരോട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പം നമ്മൾ പോകുന്ന സൈറ്റ് കൊച്ചി കായലിനടുത്ത് വടുതല എന്നുള്ള സ്ഥലത്ത് നമ്മുടെ ജെയ്സൺ ചേട്ടന് വേണ്ടി നമ്മൾ വെക്കുന്ന വീടാട്ടോ. ഇതിനു മുന്നേ നമ്മൾ അതിന്റെ കാണിച്ചിട്ടുണ്ട്. അതായത് ഫുൾ ടാങ്ക് ആയിട്ടുള്ള ഒരു ബേസ്മെന്റ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോയതിന് ശേഷം, അതായത് അന്ന് നമ്മൾ വർക്ക് സ്റ്റാർട്ടിങ്ങിനാണ് പോയത്. അപ്പോൾ പ്ലാനിൽ ഇല്ലാത്ത ചേഞ്ചസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ തന്നെയാണ് അവിടെ പോയിട്ട് മറ്റേ പ്ലാനും ഇതൊക്കെ സെറ്റിംഗ് ഔട്ട് ചെയ്ത് കൊടുത്തത്. അതിന് ശേഷം ഇന്നാണ് പോണത്. ചില ആൾക്കാർ വിചാരിക്കും നമ്മൾ ഈ മറ്റേ എല്ലാ സൈറ്റിക്കും ദിവസം വരുന്നത്, അതൊരിക്കലും പോസിബിൾ അല്ല കേട്ടോ. പിന്നെ ചില സൈറ്റുകളിൽ ഞങ്ങളെ അധികം കാണും ചെയ്യും വീഡിയോസിൽ. അതെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ താമസിക്കണതിൻ്റെ അടുത്തായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യണ വഴിയിലായിരിക്കും ആ സൈറ്റ്. അങ്ങനത്തെ സ്ഥലത്താണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ 3-4 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ വീക്കിലി വൺസൊക്കെ കയറുക. ഇപ്പോൾ അതേപോലെ തന്നെ ധനേഷ് പണിയെടുക്കുന്ന വയനാട്ടിലെ 4000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ അവിടേക്ക് ഞങ്ങൾ ആകെ 3 പ്രാവശ്യമേ പോയിട്ടുള്ളൂ. അങ്ങനെ വലിയ വീട് ചെറിയ വീട് എന്ന് വെച്ചിട്ടൊന്നുമല്ല, സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്. കാരണം തിരുവനന്തപുരത്തും വയനാടും വർക്ക് നടക്കുമ്പോൾ നമുക്ക് ഒരു 2 തല പോയി വരണമെങ്കിൽ തന്നെ ആഴ്ചകൾ പിടിക്കും. പിന്നെ അവിടെ മാത്രമല്ലല്ലോ, ഇതിൻ്റെ ഇടയിലുള്ള എല്ലാ ജില്ലകളിലും നമുക്ക് വർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയണത്. നമ്മൾ എല്ലാ സ്ഥലത്തും വേണം, മറ്റേ കോൺക്രീറ്റിന് ഞങ്ങൾ വേണം, അങ്ങനെയൊന്നും വാശി പിടിക്കാൻ പറ്റില്ല. മെയിൻ സ്ലാബിൻ്റെ അന്ന് ഞങ്ങൾ വേണം. കാരണം മെയിൻ സ്ലാബിൻ്റെ അന്നൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മുടെ വികാസ് ഭായ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും പക്കായി ചെയ്തിട്ട് അവർ വരുള്ളൂ. അതല്ല, നമ്മൾ പുറത്താ കൊടുത്തെന്ന് വെച്ചാൽ പോവും ചെയ്യും. ഇപ്പോൾ ഇതിന് മുന്നേ പാളിച്ചകളിൽ പറഞ്ഞില്ല, അതിന് ഞാൻ പോയിട്ടും കൂടി ഞാൻ ആ സ്ലാബ് നന്നായിട്ടില്ല. എന്നിട്ട് തന്നെ ഞാൻ സ്റ്റെയർ കേസ് പൊളിക്കേണ്ട കാര്യം പറഞ്ഞു. മനസ്സിലായില്ലേ? അതായത് ഒരു സബ് കൊടുത്തിട്ട് നമ്മൾ പെട്ട കാര്യമാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. പക്ഷേ എന്നിട്ടും എൻ്റെ മെയിൻ സ്ലാബിന് നമ്മൾ പോയിരുന്നു. ആ സ്റ്റെയർ കേസ് ഇടുമ്പോഴേ ഞാൻ പറഞ്ഞതാണ് വൈബ്രേറ്റർ അടിക്കാൻ. പക്ഷെ അവർ കേൾക്കണില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് തല്ലാനൊന്നും പറ്റില്ലല്ലോ. നമ്മളെ പണിക്കാരോടാണെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യും. ഇവരോട് ചെയ്യാൻ പറയുമ്പോൾ അവർ ചെയ്യണില്ല. അതുകൊണ്ടാണ് അത് അങ്ങനെ പോയത്. അത് പോട്ട്. ഇത് കൊച്ചിയിൽ അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജെയ്സൺ ചേട്ടൻ്റെ വീട് അത്യാവശ്യം നല്ല ഏരിയയിൽ ആണ് നിൽക്കുന്നത്. അത് അത്യാവശ്യം ഏക്കർ സ്ഥലമാണ്, 1-2 ഏക്കർ സ്ഥലത്താണ് കായലിനോടായിട്ട് അവർ നിൽക്കുന്നത്. ഇപ്പം ഇതിൽ ജെയ്സൺ ചേട്ടൻ ഒരു 3-4 സെന്റിൽ ചെറിയൊരു വീടാണ് കേട്ടോ വെക്കണത്. ഇതാണ് ജെയ്സൺ ചേട്ടൻ. തറവാടപ്പുറത്തുണ്ട്, ഫാക്ടറി ഉണ്ട് അവിടെ തന്നെ. ആൾക്ക് അരിപ്പൊടി അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. വലിയ ബ്രാൻഡുകളല്ല, ആ നാട്ടിലത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ അവരവിടെ ലോക്കലി എറണാകുളത്ത് മൊത്തമുള്ള കടകളിലൊക്കെ കൊടുക്കണത്. ഏകദേശം ഈ വീടിൻ്റെ ചുമരിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു
വെറൈറ്റി വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ മുന്നേയും പറഞ്ഞു, ഇങ്ങനെ വീട് വെച്ച ആൾക്കാർ വളരെ റെയറായിരിക്കും. കാരണം നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ അടിയിൽ കംപ്ലീറ്റ് 6 അടി ഹൈറ്റിൽ വാട്ടർ ടാങ്കാണ്. അതായത് ബേസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ടാങ്കായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ, അതിൻ്റെ മുന്നേ തന്നെ കായലായതുകൊണ്ട്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഇവർക്കാണെങ്കിൽ വെള്ളം ഒരുപാട് ആവശ്യം ഉള്ള വീട്ടുകാരും കൂടിയാണ് അല്ലേ? അതെ, കാരണം ഇവർ വെള്ളത്തിൻ്റെ നടുക്ക ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശുദ്ധജലം ഇവർക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് ഇവർക്ക് അത്യാവശ്യം നല്ലൊരു സോഴ്സ് ഓഫ് വാട്ടർ കാണണം. അപ്പം മാക്സിമം ഇപ്പോൾ ഈ മഴക്കാലത്തുള്ള കംപ്ലീറ്റ് നല്ല വെള്ളം അതിലേക്ക് പിടിച്ചു വയ്ക്കാം. അതുപോലെ തന്നെ മഴക്കാലത്ത് പിടിച്ചു വെക്കണ വെള്ളം ഭാവിയിൽ ഉപയോഗിക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നാണ് ഞാനിതിന് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യണത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല നല്ല ടെക്നോളജിയിൽ വാട്ടർ പ്യൂരിഫൈ ചെയ്യാനുള്ള ഇഷ്ടം പോലെ ടെക്നോളജി ഉണ്ടല്ലേ. ചളിവെള്ളം അടക്കം നല്ല ക്ലിയർ ആക്കിയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയിട്ട് തരുന്ന ആൾക്കാർ കേരളത്തിൽ തന്നെ ഉണ്ട്. ഇഷ്ടം പോലെ വീഡിയോസും കാണാറുണ്ട്. പണ്ടത്തെ പോലെ അതിനൊന്നും വലിയൊരു എക്സ്പെൻസ് എന്ന് പറയാനൊന്നും ഇല്ല അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ ഇവരെ വാട്ടർ കണക്ഷൻ എടുത്താൽ തന്നെ 3000-4000 ഉറുപ്പ്യ. എന്നാൽ കോഴിക്കോടത്തെ വാട്ടർ ബില്ല് എത്രയാണ് പറഞ്ഞത്? 18,000. ഞാൻ കേട്ടിട്ട് ഞങ്ങൾ തന്നെ അന്തം വിട്ടു. എത്ര? 18,000 രൂപ വാട്ടർ ബില്ല് വന്നിരിക്കണം. ആകെ നമ്മുടെ ആൾക്കാർ ഒരാഴ്ചയാണ് അവിടെ താമസിക്കുന്നത്. പക്ഷെ പൈപ്പ് പൊട്ടിപ്പോയി എന്നാണ് പറയണത്. എന്നാലും പൈപ്പ് പൊട്ടിപ്പോയി കഴിഞ്ഞാലും 18,000 രൂപയൊക്കെ വാട്ടർ ബില്ല് വരും ഒരു വീട്ടിലേക്ക്. എനിക്ക് അന്തം വിട്ടുപോയി. കാരണം നമ്മളൊക്കെ വീട്ടിൽ 24 മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ വെള്ളം പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ഏകദേശം 5-6 ബാത്റൂം ഉണ്ട്. ആര് ഫ്ലഷ് അടിച്ചാലും വെള്ളം പോകുന്നുണ്ട്. 2 അടുക്കള ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ പാത്രം കഴുകുമ്പോഴൊക്കെ വെള്ളം പോകില്ലേ. അപ്പോൾ അങ്ങനെ കണക്കാക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ റിച്ചാണ്. പിന്നെ ജെയ്സൺ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾ അത്യാവശ്യം വീടുപണിയെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉള്ള ആളാണ്. അതുകൊണ്ട് എന്ത് മനോട്ടം പറഞ്ഞു കൊടുത്താലും ആൾക്കത് പെട്ടെന്ന് ക്ലിക്കാവും. അത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടാനായിട്ട് ഞാൻ ചെല്ലുന്ന സമയത്തേക്ക് മൂപ്പര് ചട്ടക്കൂടൊക്കെ വെച്ചിട്ട് ഓൾറെഡി ഒരു വീട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതെ, അത് നമ്മുടെ ഒരു ക്ലയന്റും ചെയ്യാത്ത ഒരു ഫ്ലോർ പ്ലാൻ ആള് അല്ല മാത്യു സാർ ഉണ്ടാക്കാറുണ്ട്. കാർഡ്ബോർഡ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ടാവും. മാത്യു സാർ വാട്ടർ ടാങ്ക് ഒക്കെ എനിക്ക് അങ്ങനെ കാണിച്ചു തന്നത്. വീട് കാണിച്ചു തന്നിട്ടില്ല, വാട്ടർ ടാങ്ക്. ഇനിയിപ്പോൾ ഏകദേശം അവിടെ ഒരു 1 വീക്കിൻ്റെ പണിയും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ ടീം മണ്ണുത്തിയിൽ ആ സ്റ്റെപ്പായിട്ടുള്ള വീടുകൾക്ക് വേണ്ടി പോകും കേട്ടോ. നമ്മൾ സാബു ചേട്ടൻ ഇവരെ കാത്തിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ആ വീട്ടിലോട്ട് ഇനി വരുന്നതായിരിക്കും.